സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യമായി പാവപ്പെട്ടവരുടെ ചില്ലിക്കാശ് കൊണ്ട് ജയിക്കാൻ പോവുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ തള്ളൽ. SDPI പിന്തുണ വേണ്ടെന്ന് പറഞ്ഞതിൽ മതേതര കേരളം UDF തീരുമാനത്തെ അഭിനന്ദിക്കുമെന്നും CPM BJP അന്തർധാരയിൽ ജനങ്ങളുടെ പ്രതികരണം ഉറപ്പാണെന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സതീശൻ അവകാശപ്പെടുന്നത്. പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഭരണകൂടം മരവിപ്പിക്കുന്നത് ചരിത്രത്തിലാദ്യമാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ചു. പണത്തിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പ്രചാരണത്തിനായി വീടുകൾ കയറുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അത് മനസ്സിലാക്കി ഞങ്ങൾക്ക് ചെറിയ ചെറിയ സംഖ്യകൾ സംഭാവന നൽകുകയാണ്. പണത്തേക്കാൾ പ്രധാനം ജനപിന്തുണയാണ്. പാവപ്പെട്ടവരുടെ ചില്ലിക്കാശ് കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ജയിക്കാൻ പോവുകയാണ്. അവിഹിതമായ കൂട്ടുകെട്ടിനെ പറ്റി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ലാവ്ലിൻ കേസ് 6.5 കൊല്ലമായി സുപ്രീം കോടതിയിലുണ്ട്. CBI കൊടുത്ത പെറ്റീഷനാണ് 22 തവണ രജിസ്ട്രിയിലും 38 തവണ കോടതിയിലും മാറ്റിവെച്ചു. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു. ലൈഫ് മിഷന്റെ ചെയർമാനായ മുഖ്യമന്ത്രിയുടെ മൊഴി പോലും എടുത്തില്ല. മാസപ്പടി വിവാദത്തിൽ 2 കേന്ദ്ര ഏജൻസികൾ അഴിമതി കണ്ടെത്തി. SFIO അന്വേഷണ കാലാവധി 8 മാസമാക്കിയത് കേസ് വലിച്ചു നീട്ടാനാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ കുഴൽപ്പണക്കേസിൽ മുഖ്യമന്ത്രിയുടെ സഹായമുണ്ടായി. നേർക്കുനേർ UDF LDF മത്സരം നടക്കുന്ന ഇവിടെ BJP സ്ഥാനാർത്ഥികൾ മിടുക്കരെന്ന് LDF കൺവീനർ EP ജയരാജൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ പ്രചാരണം മോദിക്കെതിരെയല്ല, കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെയാണ്. കാരണം BJPയെയും തനിക്കെതിരായ കേന്ദ്ര ഏജൻസിയുടെയും അന്വേഷണത്തെയും അദ്ദേഹത്തിന് ഭയമാണ്. 2019 കൊടിവച്ചപ്പോൾ വിവാദമാക്കിയത് BJPയാണ്. ഇപ്പോൾ വിവാദമാക്കുന്നത് പിണറായി വിജയനാണ്. ഇക്കാര്യത്തിൽ സ്മൃതി ഇറാനിക്കും പിണറായിക്കും ഒരേ ഭാഷയാണ്. മുഖ്യമന്ത്രി പറയുന്നത് തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ആവർത്തിക്കുന്നു. ഇതെല്ലാം ഒരുമിച്ച് തയ്യാറാക്കുന്ന പ്രസ്താവനയാണോ എന്ന് സംശയിക്കണം. ഹിന്ദുവിരുദ്ധ പാർട്ടിയായി കോൺഗ്രസിനെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് BJPയുടേത്. നെഹ്റുവിൻ്റെ കാലത്ത് ലീഗുമായി തുടങ്ങിയ സഹോദര ബന്ധമാണ്. അതിനെ വർഗീയവൽക്കരിക്കാൻ BJP ശ്രമിക്കുമ്പോൾ പിണറായി അതിന് കൂട്ടുനിൽക്കുന്നു. 2019 രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയിലധികം ആളുകൾ ഇപ്പോഴുണ്ട്. അന്ന് പുതുമയെങ്കിൽ ഇന്ന് കുടുംബാംഗമെന്ന നിലയിലാണ് രാഹുലിന് സ്വീകരണം ലഭിക്കുന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസും UDFും സമ്മതിക്കില്ല. അവർക്കിടമുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. തിരുവനന്തപുരം, തൃശ്ശൂർ ഈ 2 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് CPM സ്ഥാനാർത്ഥികളല്ല. അതിൻ്റെ അപകടവും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. 2ഇടത്തും BJP സ്ഥാനാർത്ഥികളെക്കുറിച്ച് മിടുമിടുക്കരെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. എന്തെങ്കിലും ഡീല് ഇവിടങ്ങളിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. SDPI പിന്തുണ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. അവരുമായി ചർച്ചകളോ ധാരണയോ ഉണ്ടായിരുന്നില്ല. ഏപ്രിൽ 1 UDF പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതേപ്പറ്റി UDF തീരുമാനമെടുത്ത് വേണമായിരുന്നു പ്രതികരിക്കേണ്ടത്. 3 വയനാട്ടിൽ ചേർന്ന UDF യോഗത്തിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ പിന്തുണ സ്വീകരിക്കേണ്ടെന്ന തീരുമാനമാണ് ഏകകണ്ഠമായി ഉണ്ടായത്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കുന്നതിനാൽ പിന്തുണ സ്വീകരിക്കാനാവില്ലെന്ന നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. മതേതര കേരളം ഞങ്ങളുടെ തീരുമാനത്തെ അഭിനന്ദിക്കുമെന്നാണ് കരുതുന്നത്. ഞങ്ങളുടെ ശക്തി കോൺഗ്രസിലും UDFിലുമുള്ള ഐക്യമാണ്. നന്നായി മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. മുന്നണിയിൽ കൂടിയാലോചനകളും പാർട്ടി നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയവും ഫലപ്രദമായി നടക്കുന്നുണ്ട്. എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്. കേരളം കണ്ട ഏറ്റവും മോശമായ സർക്കാരാണിത്. കെടുകാര്യസ്ഥത മുഖമുദ്രയാക്കിയ ഇവർക്ക് ധിക്കാരമാണ്. CPMന്റെ താഴെത്തട്ടിലേക്കും ഇത് പടരുന്നു. കേന്ദ്രത്തിൻ്റെ വർഗീയ അജണ്ട കേരളം അംഗീകരിക്കില്ല. ഇത്തവണ 20 സീറ്റിലും UDF വിജയിക്കുമെന്നും സതീശൻ പങ്കുവച്ചു. സതീശൻ്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, നടന്നു കിട്ടിയാൽ ഭാഗ്യം. സതീശൻ്റെ എല്ലാ അഭിപ്രായത്തോടും യോജിപ്പില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ സതീശൻ പറഞ്ഞതിനെ യോജിക്കുന്നു. അവരുടെ അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചതിനെ ആരും ന്യായീകരിക്കുന്നില്ല. അതൊക്കെ BJP ചെയ്തത് വളരെ കഷ്ടമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ സതീശൻ പറഞ്ഞത് പൊട്ടത്തരമാണ്. അതൊക്കെ സതീശൻ്റെ സ്വപ്നമാണ്. പിന്നെ എൻ്റെ പൊന്നു സതീശ, BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ മഹാമനസ്കത കൊണ്ട് മാത്രമായിരിക്കും. അവരെ തടയാൻ ഇവിടെ CPMും ഇടതുമുന്നണിയുമുണ്ട്. അതുപോലെ സതീശ, നിങ്ങളെ പിന്തുണയ്ക്കുന്ന മനോരമ പോലും ഉറപ്പിച്ചു പറയുന്നില്ല നിങ്ങൾ 20 സീറ്റുകളും കേരളത്തിൽ ജയിക്കുമെന്ന്. ഇത്തവണ ഇടതുമുന്നണിക്ക് 4 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്ന് മനോരമയുടെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാം. എന്താ, സത്യമല്ലേ? സതീശനൊന്ന് ചിന്തിച്ചു നോക്ക്. മനോരമ പോലും പറയുന്നില്ല കേരളത്തിൽ 20 സീറ്റുകളും UDFും അല്ലെങ്കിൽ കോൺഗ്രസും നേടുമെന്ന്. പല സീറ്റുകളിലും മുൻതൂക്കമുണ്ടെങ്കിലും അവിടെ ഫലങ്ങൾ മാറി മറിയാമെന്നാണ് മനോരമ പോലും വെളിപ്പെടുത്തുന്നത്.
പിന്നെ എന്തിനാ സതീശ ഈ തള്ളലൊക്കെ തള്ളുന്നത്? തള്ളിക്കോ.